നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബൈനറി ട്രീ റെപ്രസെൻറ്റേഷനാണ്. ബൈനറി ട്രീ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യിക്കുന്നതെന്നാണ്. അപ്പം ആദ്യം നോക്കുന്നത് അറേ റെപ്രസെൻറ്റേഷൻ, അത് കഴിഞ്ഞിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും വരുന്നുണ്ട്. അപ്പം അറേ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം അറേസ് എങ്ങനെയായിരിക്കുന്നത്, ആ അറേസ് പോലെ നമുക്ക് എങ്ങനെ ഒരു ബൈനറി ട്രീനെ റെപ്രസെൻ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന്. അപ്പം ഒരു അറേ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബൈനറി ട്രീയുടെ നോട്ട്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേസ് യൂസ് ചെയ്യുകയാണ്. അപ്പം അറേസ് യൂസ് ചെയ്ത് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് വഴി നമുക്ക് സീക്വൻഷ്യൽ ഓർഡറിൽ, അതായത് എൻട്രി ചെയ്യുന്ന അതേ ഓർഡറിൽ, അതായത് 1 2 3 എൻട്രി ചെയ്യുന്ന 1 2 3 ആ ഓർഡറിൽ തന്നെ സീക്വൻഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഐറ്റംസിനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ടും പറ്റുള്ളൂ. ഒരു അറേയുടെ കൺസെപ്റ്റിൽ എങ്ങനെയാണ്, 0 തൊട്ടിട്ട് മാക്സിമം സൈസ് വരെ. ഇപ്പം 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം സൈസ് -1 വരെയാണല്ലോ അവിടെ സൈസ് ഉള്ളത് അറേക്ക്. അതുപോലെ തന്നെ ഇവിടെയും 0 to മാക്സ് സൈസ് -1 വരെയാണ് നമുക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്പറിങ് ഓഫ് നോട്ട്സ്, അതുപോലെ തന്നെ നമ്പറിങ് ഓഫ് ആ നോട്ട്സിൻ്റെ നമ്പറിങ്ങും ഈ ഇൻഡെക്സ് പോലെ തന്നെ 0 തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. മാക്സിമം നമ്പർ, അറേയുടെ മാക്സിമം നമ്പർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സ് സൈസ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. റൂട്ടിൻ്റെ ഇൻഡെക്സ്, ബൈനറി ട്രീക്ക് ഒരു റൂട്ടുണ്ടല്ലോ ഏറ്റവും ടോപ്പിലത്തെ നോഡ്, ആ റൂട്ടെന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ദെൻ സക്സസീവ് മെമ്മറി ലൊക്കേഷൻസ്, പിന്നെ വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റൂട്ടിനായിരുന്നു നമ്പറിങ് കൊടുക്കുന്നത്, പിന്നെ ലെഫ്റ്റ് ചൈൽഡ്, പിന്നെ റൈറ്റ് ചൈൽഡ്. ഈ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മളൊരു അറേയിലോട്ട് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഈ ഓർഡറിൽ തന്നെയായിരിക്കും. ഒരു ബൈനറി ട്രീ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ആ റൈറ്റ് സൈഡ് കണ്ടിട്ടില്ലേ, എ ഉണ്ട്, എക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് ബി, റൈറ്റ് ചൈൽഡ് ഉണ്ട് സി. സോ എക്ക് നമ്പറിങ് നമ്മൾ 0 കൊടുത്തു, ദെൻ കറസ്പോണ്ടിങ് ലെഫ്റ്റ് ചൈൽഡിന് 1 കൊടുത്തു, റൈറ്റ് ചൈൽഡിന് 2 കൊടുത്തു. ഈ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അറേ റെപ്രസെൻറ്റേഷനും പെർഫോം ചെയ്യുന്നത്. താഴെ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ അറേ റെപ്രസെൻറ്റേഷനാണ്. ഇൻഡെക്സും ടേബിളും തമ്മിൽ കുറച്ചൊരു വേരിയേഷൻ ഫിഗറിൽ വന്നിട്ടുണ്ട്. അത് ആ ഇൻഡെക്സ് ഇച്ചിരി കയറിയിരുന്നാലായിരിക്കും കറക്റ്റ്. ഓക്കെ, ഈ വേരിയേഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എയുടെ നേരെയാണ് BT(0) വരുന്നത്, BT(1) വരുന്നത് ബിയുടെ നേരെയും BT(2) വരുന്നത് സിയുടെ നേരെയായിരിക്കും. BT ആണ് നമ്മുടെ ബൈനറി ട്രീ എന്ന് പറയുന്നത്. BT എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ബൈനറി ട്രീനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്. BT(0) എന്ന് പറയുന്ന പൊസിഷനിൽ എയും BT(1) എന്ന് പറയുന്ന പൊസിഷനിൽ ബിയും BT(2)ൽ സിയും ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ആ ഓർഡറിൽ തന്നെ, അതായത് ആദ്യം നമ്മൾ റൂട്ട് ഏതാണ്, എ ആണ്, പൊസിഷൻ 0. ദെൻ ലെഫ്റ്റ് ചൈൽഡായ ബി, റൈറ്റ് ചൈൽഡായ സി, ആ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ അറേയിലേക്ക് ഇതിനെ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും ഫാദറാണ്. ബി ലെഫ്റ്റ് ചൈൽഡും സി എന്താണ്, ബി എയുടെ ലെഫ്റ്റ് ചൈൽഡും സി എയുടെ റൈറ്റ് ചൈൽഡുമാണ്. ദെൻ ഇതൊരു ചെറിയ എക്സാമ്പിൾ അല്ലേ നമ്മൾ കണ്ടേ. ഇനി ഈ താഴെ കൊടുത്തേക്കുന്ന ഫിഗർ കണ്ടില്ലേ, എ ഉണ്ട്, എക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് ബി, റൈറ്റ് ചൈൽഡ് ഉണ്ട് സി, ആ ഓർഡറിൽ തന്നെ ഇതിനെ നമ്പർ ചെയ്തിരിക്കുന്നു. പിന്നെ അഗെയിൻ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായ ബീനെ നോക്കുകയാണ്, ബിക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട് ഡി, ദെൻ റൈറ്റ് ചൈൽഡുണ്ട് ഇ. അതുപോലെ തന്നെ സിക്കുമുണ്ട്. സിയുടെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ സിക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡുണ്ട് എഫ്, ദെൻ അതിൻ്റെ റൈറ്റ് ചൈൽഡാണ് ജി. അതിൻ്റെ നമ്പറിങ്ങും ആ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്. ഓക്കെ, ആ ഇൻഡെക്സ് ഓർഡറിൽ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ അറേ റെപ്രസെൻറ്റേഷനാണ് തൊട്ട് താഴത്തെ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ആദ്യം ഇൻഡെക്സ് വാല്യൂ 0 ഉള്ളത് എ, ദെൻ 1 ലെഫ്റ്റ് ചൈൽഡ്, 2 റൈറ്റ് ചൈൽഡ്, ആ ഓർഡറിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ നമ്പറിങ്ങും കൊടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്തു, അതിനെ റെപ്രസെൻ്റ് ചെയ്തു അറേയിൽ. ഇനി നമ്മൾ പറയുവാണ്, എൻ്റെ കയ്യിലൊരു ബൈനറി ട്രീ ഉണ്ട്. ആ ബൈനറി ട്രീയിൽ നിന്നും എനിക്ക് ആ ബൈനറി ട്രീയുടെ ഒരു സ്പെസിഫിക് നോഡ് പറയുവാണെങ്കിൽ ആ ബൈനറി ട്രീയുടെ ഫാദറിനെയും ലെഫ്റ്റ് ചൈൽഡിനെയും റൈറ്റ് ചൈൽഡിനെയും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ ചിൽഡ്രൻ തരുവാണെങ്കിൽ അതിൻ്റെ സിബ്ലിങ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഫാദറിനെയും ലെഫ്റ്റ് ചൈൽഡിനെയും റൈറ്റ് ചൈൽഡിനെയും സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രദർ, അതിനെയും എങ്ങനെ നമുക്ക് ഒരു നോഡിൽ നിന്നും കണ്ടുപിടിക്കാം എന്നാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. എന്നാണ് നമ്മുടെ നോഡെന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ സൈസ് എവിടെ തൊട്ട് 0 തൊട്ടിട്ട് മാക്സ് സൈസ് -1, അത്രയും ഇൻഡെക്സ് വാല്യൂവിൻ്റെ ഇടയിൽ എവിടെയോ ആണ് എന്തെന്ന് പറയുന്നത് ഈ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫാദറിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫാദർ ഓഫ്
എന്ന് പറയുന്ന നോഡിൻ്റെ എന്ന് പറയുന്ന ഇൻഡെക്സാണ് നമ്മൾ വെച്ച് മീൻ ചെയ്യുന്നത്, നോഡിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആണ്. എന്ന് പറയുന്ന ഇൻഡെക്സ് ഉള്ള ആ നോഡിൻ്റെ ഫാദറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് n-1 എന്ന് പറയുന്നത്. ദെൻ എന്നിൻ്റെ വാല്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആകാൻ പാടില്ല. 0 ആകാം, 0 ഇപ്പം എന്നിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇഫ് n 0 ആണെങ്കിൽ അതിനൊരു ഫാദർ ഇല്ല. കാരണം ഇൻഡെക്സ് 0 വരുന്നത് ഏത് നോഡിനാണ്? റൂട്ട് നോഡിനാണ് ഇൻഡെക്സ് 0 വരുന്നത്. സോ ഏറ്റവും ടോപ്പിലത്തെ അല്ലേ റൂട്ട് നോഡ്, അതിൻ്റെ മേളിലൊരു നോഡില്ല. സോ അതിൻ്റെ ഫാദറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. എൻ്റെ കയ്യിലുള്ള നോഡിൻ്റെ നമ്പർ 3 ആണ് കൺസിഡർ ചെയ്യുക. അപ്പം ഞാൻ ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? n-1/2 എന്നല്ല എൻ്റെ ഇക്വേഷൻ. സോ എന്നിൻ്റെ റീപ്ലേസ് ചെയ്ത് 3-1/2 എന്ന് ഞാൻ ചെയ്യും. അപ്പം 2/2 വരും. എത്രയാണ്? 1 ആണ്. സോ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഇൻഡെക്സ് 1 കിടക്കുന്നതാണ്. എൻ്റെ 3 ഇൻഡെക്സ് ഉള്ള ഇതിനെയായിരുന്നു എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പുറകിലത്തെ ഫിഗർ നിങ്ങൾ നോക്കിയേ, 3 ഇൻഡെക്സ് ചെയ്തിൻ്റെയാണ്, ഡിയുടെയാണ്. അതിൻ്റെ ഫാദറിനെ ആയിരുന്നു എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ ഇക്വേഷൻ ചെയ്തപ്പോൾ എനിക്ക് 1 ആണ് കിട്ടിയത്. സോ 1 ഇൻഡെക്സ് വാല്യൂ ഉള്ളത് ഏതിനാ? ബിക്കാണ്. സോ ബി ആണ് എന്തെന്ന് പറയുന്നത്? ഡിയുടെ ഫാദർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഏതൊരു നോഡിൻ്റെ നമ്പർ തന്നാലും നമുക്ക് ഫാദറിനെ കണ്ടുപിടിക്കാം. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ n എന്ന് പറയുന്ന ഒരു നോഡുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. n എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് 2n+1 എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. എനിക്ക് എ എന്ന് പറയുന്ന ഒരു ഒന്നെങ്കിൽ എന്താവാം, ആ നോഡ് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. എ എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ലെഫ്റ്റ് ചൈൽഡ് ഓഫ് എ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഈക്വൽ ടു എയുടെ ഇൻഡെക്സ് വാല്യൂ എത്രയാണ്? ഫിഗറിൽ നോക്കിയേ, ഇൻഡെക്സ് വാല്യൂ എയുടെ 0 ആണ്. സോ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് 0 ഞാൻ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താ? 2n+1 ചെയ്യുമ്പോൾ എന്താണ്? 2 × 0 + 1 എന്ന് പറയും, ഈക്വൽ ടു 1. അതായത് ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്, ഈ എയുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷൻ 1 കിടക്കുന്ന നോഡാണ് എയുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്. ഇതിൽ 1 കിടക്കുന്ന ഏതാ? ബി എന്ന് പറയുന്ന നോഡ്. സോ ബി ആണ് എയുടെ ലെഫ്റ്റ് ചൈൽഡ്. കൺസെപ്റ്റ് ശരിയല്ലേ? ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോവാം റൈറ്റ് ചൈൽഡ് ഓഫ് n. എനിക്ക് എൻ്റെ കയ്യിലൊരു നോഡുണ്ട്, n എന്നാണ് എൻ്റെ നോഡിൻ്റെ പേര്. n ആണ് എൻ്റെ നോഡിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ റൈറ്റ് ചൈൽഡിനെ എനിക്ക് കണ്ടുപിടിക്കണം. റൈറ്റ് ചൈൽഡിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് 2n+2 എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളിലോട്ട് പോകാം. എനിക്ക് റൈറ്റ് ചൈൽഡ് ഓഫ് എ എന്ന് പറയുന്ന നോഡിൻ്റെ റൈറ്റ് ചൈൽഡിനെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം റൈറ്റ് ചൈൽഡ് ഓഫ് എ ഞാൻ ചെയ്യും. എയുടെ ഇൻഡെക്സ് പൊസിഷൻ എത്രയാണ്? നമ്മുടെ ഫിഗറിൽ 0 അല്ലേ? സോ 0 വെച്ചിട്ട് റൈറ്റ് ചൈൽഡ് ഓഫ് 0 ഞാൻ ചെയ്യും. 2 × 0 + 1 ചെയ്യുമ്പോൾ എനിക്ക് 2 കിട്ടും. സോ എൻ്റെ എ എന്ന് പറയുന്ന നോഡിൻ്റെ ഈ റൈറ്റ് ചൈൽഡ് കിടക്കുന്നത് ഇൻഡെക്സ് പൊസിഷൻ 2 സോ ഇൻഡെക്സ് പൊസിഷൻ 2 നോഡ് ഏതാണ്? സി. സോ എയുടെ റൈറ്റ് ചൈൽഡ് ഏതാണ്? സി ആണ്. കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിബ്ലിങ്സിനെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിബ്ലിങ്ങിനെ കണ്ടുപിടിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സിബ്ലിങ് അല്ലെങ്കിൽ ബ്രദറിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഇപ്പം ഒരു ലെഫ്റ്റ് ചൈൽഡാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എന്നിലുള്ള ഒരു ലെഫ്റ്റ് ചൈൽഡാണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സിബ്ലിങ്ങിനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റൈറ്റ് ബ്രദറിനെ കണ്ടുപിടിക്കാനായിട്ട് n+1 ചെയ്താൽ മതി. അതായിരിക്കും അതിൻ്റെ റൈറ്റ് ബ്രദർ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ചൈൽഡിനെ തന്നിട്ടുണ്ട്, റൈറ്റ് ചൈൽഡിൻ്റെ പൊസിഷൻ ഇൻഡെക്സ് എന്നിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെ കണ്ടുപിടിക്കാനായിട്ട് n-1 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് റൈറ്റ് ചൈൽഡിനെയും ലെഫ്റ്റ് ചൈൽഡിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ദെൻ അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ബൈനറി ട്രീസിനാണ് ഏറ്റവും ഐഡിയൽ എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ് ബൈനറി ട്രീസ് അല്ലാത്ത ബൈനറി ട്രീസിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ നോട്ട്സിനും ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ടാകാൻ സാധ്യതയില്ല. സോ മെമ്മറി സ്പേസ് എന്താവും? വേസ്റ്റ് ആവും. ദെൻ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. അതൊരു ബൈനറി ട്രീ ആണ്. ആ ബൈനറി ട്രീക്ക് ഒരു സ്ക്യൂഡ് ബൈനറി ട്രീയുടെ എക്സാമ്പിളാണിത്. കാരണം എല്ലാത്തിനും എന്താണ്? ലെഫ്റ്റ്
ലെഫ്റ്റ് സബ് ട്രീ മാത്രമേ ഉള്ളൂ. സോ ലെഫ്റ്റ് സബ് ട്രീ മാത്രം വരുന്ന ബൈനറി ട്രീസിനെ നമ്മൾ ലെഫ്റ്റ് സ്ക്യൂഡ് ബൈനറി ട്രീ എന്നാണ് പറയുന്നത്. ഇനി റൈറ്റ് സബ് ട്രീസ് മാത്രമേ ഉള്ളെങ്കിലോ അത് റൈറ്റ് സ്ക്യൂഡ് ബൈനറി ട്രീ ആയിരിക്കും. സോ ഈ കേസിൽ നോക്കിക്കേ, ആദ്യം നമ്മൾ റൂട്ട് നോക്കുക. റൂട്ടിനെ നമ്മൾ ഈ അറയിലോട്ട് എൻ്റർ ചെയ്തു, 0യിൽ എ, പിന്നെ ലെഫ്റ്റ് ചൈൽഡിനെ കൊടുത്തു, ബി ആണ് ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ് എക്കില്ല. സോ അത് അവിടെ വാല്യൂസ് ഒന്നുമില്ല. ദെൻ എഗെയിൻ നമ്മൾ നോക്കി ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ, ബിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. എന്താണ് ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്? ഇൻഡെക്സ് 2ൽ അത് സി ആണ്. ഓക്കെ, പിന്നെ റൈറ്റ് ചൈൽഡ്സ് ഒന്നും ഇല്ല. സോ ഇതിനെ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആക്കി നമ്മൾ റീപ്ലേസ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ആകെ 6 നോഡ്സ് അവിടെ ഉണ്ടായിരിക്കും. സോ ബൈനറി ട്രീയുടെ കുറേ ഇൻഡെക്സസ് എന്താണ്, അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. സോ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീക്ക് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അറേ റെപ്രസെൻറ്റേഷനിൽ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, സെവറൽ ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഓക്കെ.